കോട്ടയം ജില്ലയുടെ മലയോര മേഖലയായ കാഞ്ഞിരപ്പള്ളി റബ്ബർ കർഷകരുടെ അധ്വാനത്തിന്റെ വിയർപ്പുകണങ്ങളാൽ സമ്പുഷ്ടമായ മണ്ണാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന വികസന വിസ്മയ കാഴ്ചകളാണ് കാഞ്ഞിരപ്പള്ളിയിലെമ്പാടും കാണുവാൻ കഴിയുന്നത്. കർഷകരുടെ സ്വന്തം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള വിശേഷം. അടിസ്ഥാന സൗകര്യ വികസനത്തിലും വിദ്യാഭ്യാസ, ആരോഗ്യ, കായിക, സാംസ്കാരിക രംഗങ്ങളിലും സമാനതകളില്ലാത്ത മാറ്റങ്ങളുടെ മാറ്റുലിയാണ് കാഞ്ഞിരപ്പള്ളിയിൽ മുഴങ്ങുന്നത്. റോഡുകൾ, പാലങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യമേഖല, കായിക രംഗം തുടങ്ങി വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പാക്കിയത്. മണ്ഡലത്തിൽ ജനങ്ങൾ സ്വപ്നം കണ്ട പല പദ്ധതികളും സാമ്പത്തിക പ്രതിസന്ധി മൂലം നടക്കാതെ പോകുമോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുവാൻ കഴിഞ്ഞതെന്ന് മണ്ഡലം MLAയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ ഡോക്ടർ N. ജയരാജ് പറയുന്നു. വികസന ചരിത്രത്തിലെ നിർണായകമായ നാഴികക്കല്ലുകൾ പിന്നിട്ട് 10 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ കഴിയും, കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഇത്രയും ലക്ഷ്യം നേടിയ, ഇത്രമാത്രം ഫണ്ട് ഉപയോഗിച്ചുള്ള വൈവിധ്യമാർന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഫണ്ടിനോടൊപ്പം തന്നെ കിഫ്ബിയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നമുക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞത്. ഇത്തരമൊരു ആശയം മുമ്പോട്ട് വരുമ്പോൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫണ്ട് ഉണ്ടാക്കി അതിൽ നിന്ന് പണം കണ്ടെത്തി അടിസ്ഥാന മേഖലയിൽ ഈ വികസനത്തിന് മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ തുടക്കത്തിൽ അതെങ്ങനെ അവസാനിക്കുമെന്ന് ധാരണകൾ പലർക്കും പങ്കുവച്ചതാണ്. 50,000 കോടി രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞപ്പോൾ ചിലർ വളരെയേറെ അത്ഭുതപ്പെട്ടു. പക്ഷേ 50,000 കോടിയിൽ നിന്ന് ഇന്ന് 80,000 കോടിയിലേക്ക് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു എന്നുള്ളത് നമുക്കേറെ അഭിമാനമുള്ളൊരു കാര്യമാണ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ 9ഓളം പദ്ധതികൾ നടപ്പിലാക്കിയാണ് ജനകീയ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മണ്ഡലത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്. ഗതാഗത കുരുക്ക് മൂലം ഏറെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കാഞ്ഞിരപ്പള്ളി ടൗണിൽ ഒരു ബൈപ്പാസ് എന്ന ആശയത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സമീപകാലത്താണ് ആരംഭിച്ചത്. 78.69 കോടി രൂപയാണ് ബൈപ്പാസ് നിർമ്മാണത്തിനായി അനുവദിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ച് നിർമ്മാണത്തിന്റെ 30% പൂർത്തീകരണവും നടന്നു കഴിഞ്ഞു. ബാക്കി കൂടി പൂർത്തീകരിക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ അതിനെ ഊർജം പകരാൻ കിഫ്ബിയുടെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് 78 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. കാഞ്ഞിരപ്പള്ളിയുടെ ഗതാഗത കുരുക്കിന് ഒരുപാട് നൂലാമാലകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കീർണതകളുണ്ടായിരുന്നു. നിയമപരമായ കുരുക്കുകളെല്ലാം അവസാനിപ്പിച്ചു 78 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മിക്കാൻ കിഫ്ബിയുടെ ഫണ്ടാണ് ഉപയോഗിച്ചത്. അതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകളുണ്ടായി. ഇപ്പോൾ 2ാം ഘട്ട പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ഈ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗത തടസ്സം അത് മാറ്റിയെടുക്കാൻ കിഫ്ബിയുടെ സഹായത്തിലൂടെ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. റോഡുകൾ നിർമ്മിച്ചതിലൂടെ വികസനത്തിന് പുതിയ അർത്ഥങ്ങൾ നൽകാൻ കഴിഞ്ഞതായും MLA പറയുന്നു. ചിറക്കടവിനെയും വെള്ളാവൂരിനെയും ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന മണിമലയാറിന് സമീപത്തുള്ള തീരദേശ റോഡിന് ഏറെ പ്രാധാന്യമുണ്ട്. ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, മുല്ലപ്പള്ളി, കുളത്തൂർ, മൂഴി, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കർഷക സൗഹൃദ ലിങ്ക് റോഡ് അഥവാ കാഞ്ഞാർപ്പള്ളി കുളത്തൂർ മൂഴി റോഡ്. ഈ റോഡിനായി 85.81 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഗ്രാമീണ റോഡുകളുടെ നവീകരണവും സാധ്യമാക്കിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയായ കങ്ങഴയിലെ പത്തനാട് ഇടയരിക്ക റോഡിനായി 36.19 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണം സാധ്യമാക്കി. വലിയൊരു മാറ്റമാണ് ഗ്രാമീണ മേഖലയിൽ യാഥാർത്ഥ്യമാക്കിയത്. കങ്ങഴ പഞ്ചായത്തിൽ
പത്തനാട് ഇടേരിക്കപ്പുഴ റോഡ് ഗ്രാമീണ മേഖലയാണ്. പക്ഷേ ഇന്നവിടെ പോകുമ്പോൾ കാണുന്നത് ഒരുപക്ഷെ രാജ്യാന്തര തരത്തിലുള്ള റോഡാണ്. 36 കോടി രൂപ ചെലവഴിച്ച് കിഫ്ബിയുടെ സഹായത്തോടെ നമ്മൾ പൂർത്തീകരിച്ച നമ്മുടെ പത്തനാട് ഇടേരിക്കപ്പുഴ റോഡ് തിരിച്ച് വീണ്ടും കാഞ്ഞിരപ്പള്ളിയിലും ചിറക്കടവിലെയും വെള്ളാവൂരിലേക്കും കടന്നു വരാം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കുളത്തൂർ മൊഴിയിൽ അവസാനിക്കുന്ന 18 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള കർഷക സൗഹൃദ ലിങ്ക് റോഡ് കാഞ്ഞിരപ്പള്ളി കുളത്തൂർ മൊഴി റോഡ്. കാഞ്ഞിരപ്പള്ളി കുളത്തൂർ മൊഴി റോഡിന് 86 കോടി രൂപ ഭരണാനുമതി കിഫ്ബിയിൽ നിന്ന് ലഭിച്ചു. അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം 1 കിലോമീറ്റർ 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള രാജ്യാന്തര നിലവാരത്തിലേക്കുള്ള റോഡായിട്ട് ആ റോഡ് മാറുകയാണ്. ഈ 3 പ്രധാനപ്പെട്ട അടിസ്ഥാന മേഖലയിലെ പ്രത്യേകിച്ച് റോഡ് വികസനത്തിൻ്റെ കാര്യത്തിലുണ്ടായ നേട്ടങ്ങൾ ഒരു ഭാഗം. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിന്റെ ആരോഗ്യരംഗത്തും വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കാഞ്ഞിരപ്പള്ളി കൂടാതെ സമീപ പ്രദേശത്തും ആരോഗ്യരംഗത്തും മാറ്റങ്ങളുണ്ടാക്കി. 11 കോടി രൂപ ചെലവഴിച്ച് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഏറെ നേട്ടമായതായി MLA പറയുന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ കിഫ്ബി മുഖേന ഓരോ കാത്ത് ലാബുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് കാഞ്ഞിരപ്പള്ളിയിലെ ജനറൽ ആശുപത്രിയിൽ കോട്ടയം ജില്ലയിലെ കാത്ത് ലാബ് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അതിന് സഹായിച്ചവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. 3000-ഓളം കേസുകൾ നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി. ചെറിയ കാര്യമല്ല. അത്രയും ജീവൻ തിരികെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. അതിന് യഥാർത്ഥത്തിൽ പിന്തുണ നൽകിയത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. 10.5 കോടി രൂപയായിരുന്നു അതിനുവേണ്ടി വന്ന ചെലവ്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും വലിയൊരു മാറ്റമുണ്ടാക്കുവാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതിയാണ് ഉണ്ടായതെന്ന് MLA പറഞ്ഞു. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപ, കിഫ്ബിയിൽ നിന്നും 1 കോടി 8 ലക്ഷം രൂപ MLA ഫണ്ടിൽ ഉപയോഗിച്ച് കമ്പൈൻഡ് പ്രോജക്റ്റ് നടപ്പാക്കി നിർമ്മാണം പൂർത്തീകരിച്ച സ്കൂൾ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ളതാക്കി മാറ്റാൻ സാധിച്ചു. താഴത്ത് വടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണത്തിനായി 1 കോടി രൂപയാണ് അനുവദിച്ചത്. കൂടാതെ നെടുംകുന്നം ഗവൺമെന്റ് സ്കൂളിന്റെ നിർമ്മാണത്തിനായി 1 കോടി രൂപയും അനുവദിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പൊൻകുന്നം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരുപാട് ദീർഘമായ ചരിത്രമുണ്ട്. ആ സ്കൂളിൽ പുതിയ ബ്ലോക്ക് പൂർത്തീകരിച്ച് ഇന്ന് മികച്ചൊരു ഗ്രൗണ്ട് ഉൾപ്പെടെ പൊൻകുന്നത്തിൻ്റെ അഭിമാനമായിട്ട് മാറ്റാൻ കഴിഞ്ഞത് 6.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ബ്ലോക്കിൻ്റെ ആ പൂർത്തീകരണത്തോടുകൂടിയാണ്. താഴത്തെ വടകരയിൽ ഒരു പുതിയ ബ്ലോക്ക് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിക്കാൻ കഴിയും. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് അടിസ്ഥാന സൗകര്യ മേഖലയിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഈ രംഗത്തുണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും നിർണായകമായ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് നമ്മുടെ ഈ സ്കൂളുകൾക്കുണ്ടായ അടിസ്ഥാന മേഖലയിലെ വികസനമെന്ന് പറയാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ കായിക ഭൂപടത്തിൽ കാഞ്ഞിരപ്പള്ളി അടയാളപ്പെടുത്തുന്ന 30 കോടി രൂപയോളം ചിലവഴിച്ച് നമ്മൾ നിർമ്മിക്കുന്ന പുതിയ അന്തർദേശീയ തലത്തിലുള്ള നമ്മുടെ സ്പോർട്സ് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അവിടെ സ്പോർട്സ് സ്കൂൾ അനുവദിച്ചു കഴിഞ്ഞു ഗവൺമെൻറ്. അടിസ്ഥാന കായിക മേഖലയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ തയ്യാറാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ. കേരളത്തെ 5ാമത്തെ സ്പോർട്സ് സ്കൂളായി കായിക ഭൂപടത്തിൽ നാളുകളിൽ കാഞ്ഞിരപ്പള്ളി അടയാളപ്പെടുത്തുന്നതിൽ കിഫ്ബിയുടെ നിർണായകമായ പങ്കുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ പറയാം. സാംസ്കാരിക മേഖലയുടെ മുന്നേറ്റത്തിനും പദ്ധതികൾ തയ്യാറാക്കി. ലളിതാംബിക അന്തർജനത്തിന്റെ പേരിൽ സാംസ്കാരിക കേന്ദ്രം കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലാണ് നിർമ്മിക്കുന്നത്. 50 കോടി രൂപ വിഭാവനം ചെയ്ത ഈ പദ്ധതിയിൽ 5 കോടി രൂപ ചെലവഴിച്ച് 5 ഏക്കർ സ്ഥലം ഇതിനായി വാങ്ങി. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി സഹകരിച്ച് 30 കോടി രൂപ ചെലവ് വരുന്ന ഈ സാംസ്കാരിക നിലയം വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമാകും. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സാംസ്കാരിക ഇടമുണ്ടാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കാലങ്ങളായി. സംസ്ഥാന ഗവൺമെൻറ് അനുവാദത്തോടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 25 കോടി രൂപ
ചിലവഴിച്ചാണ് പുതിയ സാംസ്കാരിക മന്ദിരത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അവരുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. നേരത്തെ 6.5 കോടി രൂപ കിഫ്ബിയിൽ അനുവദിച്ച് 5 ഏക്കർ സ്ഥലം കങ്ങഴ പഞ്ചായത്തിൽ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞു. നേരത്തെ ആ സ്ഥലത്താണ് കേരളീയ വാസ്തുശില്പകലയുടെ എല്ലാ ഹൃദയ ചാതുര്യതയോടും കൂടിയുള്ള നമ്മുടെ പുതിയ ലളിതാംബിക അന്തർജനത്തിൻ്റെ പേരിലുള്ള പുതിയ സാംസ്കാരിക മന്ദിരം ഉയരുന്നു. അവിടെ ആളുകൾക്ക് ഒത്തുചേർന്ന ഇടങ്ങൾ, പുതിയ ആധുനികമായ സംവിധാനങ്ങളെല്ലാം രൂപപ്പെടുമ്പോൾ അത് കിഫ്ബിയുടെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നിയോജക മണ്ഡലത്തിന് മാത്രമല്ല, കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളവും അഭിമാനകരമായ സാംസ്കാരിക മേഖലയിലെ മറ്റു ചുവടുവയ്പ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശബരിപാത കാഞ്ഞിരപ്പള്ളിയിലൂടെയാണ് കടന്നു വരുന്നത്. കാഞ്ഞിരപ്പള്ളിയുടെ ഓരത്തിലൂടെ കടന്നു പോകുന്നത്. 1900-ഓളം കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതമായി കിഫ്ബിയിലൂടെ കണ്ടെത്തി മാറ്റിവെക്കുന്നത്. മലയോരപാതയുടെ ഒരു ചെറിയ ഭാഗം നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. ഞാനതിനെ പരാമർശിച്ചില്ല. ആ മലയോരപാതയ്ക്കും സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയിലൂടെയാണ് പണം കണ്ടെത്തിയത്. അങ്ങനെ ഏതൊക്കെ മേഖലകളിലേക്ക് പോകുമ്പോഴും തീർച്ചയായിട്ടും കിഫ്ബി എന്ന് പറയുന്ന ഈ ആശയം അത് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഗുണമേന്മയാണ് 10 വർഷക്കാലമായി കേരളം കണ്ട സമാനതകളില്ലാത്ത മാറ്റം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കിഫ്ബിയെയും അതിൻ്റെ ടീമിനെയും ഞാൻ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കാലാകാലങ്ങളിൽ ഇത്തരം ആശയങ്ങൾക്ക് വേണ്ടി ഫണ്ട് നൽകി സഹായിച്ച സംസ്ഥാന ഗവൺമെൻറ്റിനും അതിൻ്റെ ഭരണാധികാരികളായ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. കാഞ്ഞിരപ്പള്ളിയുടെ സ്നേഹാദരങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരികം തുടങ്ങി അടിസ്ഥാന മേഖലയിൽ വൻ മാറ്റങ്ങളുമായി കാഞ്ഞിരപ്പള്ളി മുന്നേറ്റം തുടരുകയാണ്, കാലത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്. കാലത്തിനു മുൻപേ കാഞ്ഞിരപ്പള്ളി സഞ്ചരിക്കുമ്പോൾ സ്വപ്നതുല്യമായ വികസനമാണ് ഈ മണ്ണിൽ വിരുന്നെത്തുന്നത്, ജനസ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്. കടൽ മാറി കരയായ ഒരു ഭൂപ്രദേശം പിന്നീട് കരപ്പുറം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിൽക്കാലത്ത് ആ കരപ്പുറം ചേർത്തല എന്ന പേര് സ്വീകരിച്ചു. കടലും കായലും അതിർത്തി പങ്കിടുന്ന ചേർത്തല ഇന്ന് അതിരുകളില്ലാത്ത വികസന പാതയിലാണ്. വികസനം യാഥാർത്ഥ്യമാക്കിയ ചേർത്തലയെ കണ്ടുവരാൻ. ഭാവികാലം മുൻകൂട്ടി കണ്ടുള്ള വികസനമാണ് ചേർത്തലയുടെ വർത്തമാനകാല യാഥാർത്ഥ്യം. കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന ചേർത്തലയിൽ സാധാരണക്കാർക്ക് അനുഭവവേദ്യമാകുന്ന എണ്ണം പറഞ്ഞ വികസന പദ്ധതികളാണ് കിഫ്ബി നടപ്പാക്കിയത്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇത്രയും വലിയ കുതിച്ചുചാട്ടം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ആ കുതിച്ചുചാട്ടത്തിന് കളം ഒരുങ്ങിയത് കിഫ്ബി യാഥാർത്ഥ്യമായതോടു കൂടിയിട്ടാണ്. കിഫ്ബിയിലൂടെ പണം ലഭിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നത്. ഗ്രാമഭംഗിയുടെ വശ്യത പോലെ ആസ്വദിക്കാനാകുന്ന വികസന കാഴ്ചകൾ ചേർത്തലയിൽ എങ്ങും കാണാം. മന്ത്രി കൂടിയായ പി പ്രസാദ് എന്ന നിയമസഭാ സാമാജികന്റെ നേതൃത്വത്തിൽ സർവ്വമേഖലയിലും വികസനം എത്തിയ നാളുകളാണ് കടന്നുപോയത്. ബജറ്റ് വിഹിതം കൊണ്ട് മാത്രം യാത്ര പൂർത്തീകരിക്കാനാകാത്ത വികസന പാതയിൽ ചേർത്തലയെ ചേർത്ത് പിടിച്ചു നയിച്ചത് കിഫ്ബിയാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ആരോഗ്യരംഗത്ത് കരുതലേറെ വേണ്ട നാടാണ് ചേർത്തല. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകളേറെ. സാധാരണക്കാർ ചികിത്സ തേടിയിരുന്ന സർക്കാർ ആതുരാലയങ്ങളെ സജ്ജമാക്കുക എന്ന ദൗത്യം കിഫ്ബി ഏറ്റെടുത്തു. 100 കണക്കിന് രോഗികളെത്തുന്ന ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടം ഭാവി മുന്നിൽ കണ്ടുള്ള നിർമ്മിതിയാണ്. ചേർത്തല ഏറ്റവും സുപ്രധാനമായ വികസന പദ്ധതികളിലൊന്നാണ്
നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ വികസനം എന്നുള്ളത് 84 കോടി രൂപ മുതൽ മുടക്കിലാണ് അതിമനോഹരമായ ആശുപത്രി സമുച്ചയം പണി കഴിപ്പിച്ചിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുങ്ങുകയാണ്. പൂർണ്ണ സജ്ജമാകുമ്പോഴാണ് 84 കോടി രൂപയുടെ ചെലവിലേക്ക് എത്തുന്നത്. ആ 84 കോടി രൂപയും കിഫ്ബിയിലൂടെയാണ് സമാഹരിക്കാനായത് എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. ആരോഗ്യവകുപ്പിന് ഓരോ കാലത്തും അനുവദിക്കുന്ന ബജറ്റ് തുക വെച്ചിട്ട് ഇത്രയും ആശുപത്രികൾ ഒരിക്കലും നിർമ്മിക്കാൻ കഴിയില്ല, ഒരു സൗകര്യം എത്തിക്കാൻ കഴിയുകയില്ല. ഒരു 25-50 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആ തരത്തിലേക്ക് നീങ്ങുക എന്നുള്ളതായിരുന്നു കണ്ടതല്ല. അല്ലെങ്കിൽ ഇതെല്ലാം 50 കൊല്ലം കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളായി മാത്രം അവശേഷിക്കുമായിരുന്നു, മാറിത്തീരുമായിരുന്നു. നമുക്ക് കിട്ടുന്ന പണത്തിൻ്റെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 കൊല്ലം കഴിഞ്ഞ് മാത്രം നടപ്പിലാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ തന്നെ നടക്കുമ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയാണ്. ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് ഏതാണ്ട് 84 കോടി രൂപ മുടക്കിയാണ് അത്തരൊരു കാര്യത്തിൽ വന്നിരിക്കുന്നതെല്ലാം. $84 കോടി രൂപ ചെലവഴിച്ചുള്ള ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. എല്ലാ സൗകര്യവും ഉണ്ടാവും. ഇവിടെ നിരവധിയായ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും, ഡയാലിസിസ് യൂണിറ്റുകൾ ഉണ്ടാവും, ട്രോമാ കെയറിൻ്റെ സംവിധാനം ഉണ്ടാവും, കാഷ്വാലിറ്റി ഏറ്റവും ആധുനികമായ രീതിയിലുള്ള സംവിധാനങ്ങളായിരിക്കും. രോഗികൾക്ക് കിടക്കുന്നതിനും അവരെ മറ്റ് പരിചരണങ്ങൾക്കും എല്ലാമായിട്ടുള്ള സംവിധാനം ഉണ്ടാവും. ഇതെല്ലാം തരത്തിൽ എല്ലാ അർത്ഥത്തിലും ആധുനിക സംവിധാനങ്ങളും ആധുനിക യന്ത്ര ഉപകരണങ്ങളും അവിടെ ഉണ്ടാവുന്ന തരത്തിലായിരിക്കും ആ ആശുപത്രി പ്രവർത്തനം സജ്ജമാവുക. കിഫ്ബിയിലൂടെ ചേർത്തലയുടെ ആശുപത്രിയുടെ മുഖച്ഛായ മാറുന്നത് കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ ആശുപത്രിയുടെ സേവനത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ചികിത്സാരീതിയിൽ ഒരുപാട് പുതുമകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണിതെല്ലാം. ആ ആധുനിക ചികിത്സാരീതികൾ ഏറെക്കുറെയെല്ലാം നമുക്കിവിടെ ലഭ്യമാകും എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. തീരദേശ മണ്ഡലമായതിനാൽ കടൽക്ഷോഭം എല്ലാ കാലത്തും ചേർത്തലയ്ക്ക് വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. ചേർത്തല ഒറ്റമശ്ശേരിയിലെ തീരദേശവാസികൾ ഭയന്ന് വിറച്ച് പലായനം ചെയ്യുന്ന കാഴ്ച ഇനിയില്ല. 23 കോടി 60 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള പുലിമുട്ട് നിർമ്മാണം ഒറ്റമശ്ശേരിയെ കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷിച്ചു. ചേർത്തലയിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും സുപ്രധാനമായ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രശ്നം തീരത്തെ ജനങ്ങളുടെ കണ്ണീരിൻ്റെ പ്രശ്നമായിരുന്നു. കടൽ കരുതുള്ളുമ്പോൾ അവർ കരളു പറയുന്ന നൊമ്പരത്തോടുകൂടി സ്വന്തം വീട് തകർന്നു പോകുന്നതുൾപ്പെടെ കണ്ടിരിക്കുന്ന ഗതികേടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം ആയിരുന്നില്ല. ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ കോടികളാണ് അവിടെയും അനിവാര്യമായി വന്നത്. അങ്ങിങ്ങായി കുറച്ച് കല്ലിട്ട് കടലിനെ പ്രതിരോധിക്കാൻ നോക്കുന്നതൊക്കെ പഴയ രീതിയാണ്. കടൽ കരുതുള്ളുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം പഴയ പോലെയും അല്ല. കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഭാഗമായി കടൽ പ്രക്ഷുബ്ധമായി കരയിലേക്ക് ഇരച്ച് കയറുമ്പോൾ കടലെടുക്കുന്നത് അവിടുത്തെ ജീവിതങ്ങളെ കൂടിയിട്ടാണ്. അവിടുത്തെ വീടുകൾ മുഴുവൻ കടലെടുക്കുന്ന അവസ്ഥയിലേക്കുണ്ടായി. ഈ വേദന കണ്ട ഒരാളാണ് ഞാൻ. എങ്ങനെ പരിഹാരം എന്നതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. എനിക്കും മുട്ടി വിളിക്കാനുണ്ടായിരുന്നത് കിഫ്ബിയിൽ തന്നെയായിരുന്നു. കിഫ്ബിയുടെ ഇടപെടലോട് കൂടിയിട്ടാണ് 23 കോടി 60 ലക്ഷം രൂപയ്ക്ക് ഒറ്റമശ്ശേരി തീരത്തിൻ്റെ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കുന്ന ടെട്രാപോഡുകൾ വിരിച്ച കടൽ തീരം സംജാതമാകുന്നത്. അതൊരു വലിയ ആശ്വാസമാണ് ആ തീരത്തെ ജനതയ്ക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. അത് സംഭാവന ചെയ്തതിലും കിഫ്ബി തന്നെയാണ് പങ്കുവഹിച്ചിരിക്കുന്നത്. കിഫ്ബിയിലൂടെയാണ് ഈ തരത്തിൽ ഒരാശ്വാസം തീരത്തിൻ്റെ ജനതയ്ക്കുണ്ടായത്. പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ ചേർത്തലയെ ചേർത്ത് പിടിച്ച് സർക്കാർ ദീർഘനാളായുള്ള നാടിന്റെ വികസന സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാക്കിയത്. ചേർത്തല സെയിന്റ് മേരീസ് പാലം തുറന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമായി. 2 മീറ്റർ വീതിയിൽ നടപ്പാത ഉൾപ്പെടെ 24 മീറ്റർ നീളവും
14 മീറ്റർ വീതിയുമുണ്ട് പാലത്തിന്. ചേർത്തല അരൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് വയലാർ കായലിന് കുറുകെ നിർമ്മിച്ച നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം 21,77,00,000 രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. 191 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലത്തിന് വിളക്കുമരം ഭാഗത്ത് 113 മീറ്റർ നീളത്തിലും നെടുമ്പ്രക്കാട് ഭാഗത്ത് 128.5 മീറ്റർ നീളത്തിലുമാണ് സമീപ റോഡുകൾ നിർമ്മിച്ചത്. ഇതോടെ ചേർത്തല അരൂക്കുറ്റി റോഡിൽ ചെങ്ങണ്ട പാലത്തിന് സമാന്തരമായി പുതിയ പാതയും തുറക്കപ്പെട്ടു. തോടുകളുടെയും പാലങ്ങളുടെയും കാര്യത്തിൽ സമ്പന്നമാണ് ചേർത്തല. എണ്ണം പറഞ്ഞ പാലങ്ങൾ, തോടുകൾ കരപ്പുറത്തിൻ്റെ ചേർത്തലയുടെ സവിശേഷതയാർന്ന പ്രത്യേകതയാണ്. ആ പാലങ്ങളൊക്കെ കാലപ്പഴക്കത്താൽ പ്രതിസന്ധിയിലായിരുന്നു. ആ പാലങ്ങളൊക്കെ നവീകരിക്കുന്നതിന് ആവശ്യമായ ധനം സമാഹരിച്ചതും കിഫ്ബി വഴിയാണ്. സെൻറ്റ് മേരീസ് പാലത്തിൻ്റെ അവസ്ഥ എല്ലാവരും കണ്ടതാണ്. സെൻറ്റ് മേരീസ് പാലം ഇന്ന് യാഥാർത്ഥ്യമായി നല്ല രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം എന്നുള്ളത് ചേർത്തലയെയും അരൂർ മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായൊരു പാതയിലെ ഏറ്റവും പ്രമുഖമായ പാലമാണ്. പാലങ്ങളാണ് എന്ന് വേണമെങ്കിലും പറയാം. അത് എത്രയോ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ആവശ്യമായിരുന്നു. ഒരിക്കലും പൂവണിയുകയില്ല എന്ന് കരുതിയിരുന്ന ആ ഒരു ആവശ്യത്തിനും ആഗ്രഹത്തിനും പൂവണിഞ്ഞിരിക്കുന്നു. പാലം യാഥാർത്ഥ്യമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നു. ചേർത്തലയുടെ വിദ്യാഭ്യാസ മേഖലയിലും വികസനത്തിന്റെ വെളിച്ചമെത്തി. അടച്ചുപൂട്ടലിന്റെ ഭീഷണിക്കാലം കടന്ന സർക്കാർ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടെ അക്ഷര വെളിച്ചമേകുന്നു. നിരവധിയായ സ്കൂൾ കെട്ടിടങ്ങൾ, ഗേൾസ് ഹൈസ്കൂളിന് 6 കോടി അടക്കമുള്ള കെട്ടിടങ്ങളുടെ കഥ ഇനി പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എത്തുക എന്ന് പറഞ്ഞാൽ, സർക്കാർ സ്കൂളാണെങ്കിൽ ബജറ്റ് വിഹിതത്തിൻ്റെ ഭാഗമായി എത്തിയാൽ അടുത്ത കാലത്തൊന്നും ഒരു 1/4 നൂറ്റാണ്ടിനിടയിൽ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനം അവിടെ നടക്കുമായിരുന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ പിന്നെ അപ്പോൾ പഠിച്ചാൽ മതി എന്നാണോ? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ 25 വർഷം കഴിയുമ്പോഴേക്കും അവർ മുതിർന്നവരായി മാറുകയും ചെയ്യും. ഇപ്പോഴാണ് അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭ്യമാവേണ്ടത്. നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിലുള്ള നല്ല കെട്ടിടങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും അവർ ഒരുക്കി കൊടുക്കേണ്ടത് ഇപ്പോഴാണ്. നാളത്തേക്ക് കടം പറയാൻ പറ്റാത്ത ഇത്തരം കാര്യങ്ങൾ കടം പറയാണ്ട് ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമാക്കാൻ കിഫ്ബിയിലൂടെ കഴിഞ്ഞു. നിരവധിയായ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങളുണ്ടായി. റോഡ് വികസനത്തിലൂടെ മാത്രം മുഖച്ഛായ മാറ്റിയെഴുതിയ നാടാണ് ചേർത്തല. പുനർനിർമ്മിക്കപ്പെട്ട റോഡുകൾ മികച്ച നിലവാരം പുലർത്തുന്നവയാണ്. റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റുന്ന വികസന പ്രക്രിയ തുടരുകയാണ്. വയലാർ കവല മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള റോഡിന് 94 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. വയലാർ കവല മുതൽ ഇൻഫോ പാർക്ക് വരെ നീളുന്ന വലിയ റോഡും പാലവും എന്നുള്ളത് ഇനി നടക്കില്ല എന്ന് വിധി എഴുതിയിരുന്നതാണ്. 94 കോടി രൂപയുടെ ആ പദ്ധതിക്ക് ഭരണാനുമതി 2 ആഴ്ചയ്ക്ക് മുമ്പ് ലഭിച്ചു എന്നുള്ളതിൻ്റെ അങ്ങേയറ്റത്തെ സന്തോഷത്തിലാണ് ഞാനുമുള്ളത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പ്രത്യേകമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ആ റോഡിനും ആ പാലത്തിനും പുതിയ ജീവൻ കൈവന്നിരിക്കുന്നത്. ഇതെല്ലാം ആധുനിക സംവിധാനത്തോടെ BMBC റോഡുകൾ, ഉന്നതമായ ഗുണനിലവാരമുള്ള പാലങ്ങളും മറ്റുമൊക്കെയായി വരുമ്പോഴേക്കും ചേർത്തലയുടെ മുഖച്ഛായ മാറുകയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിന് കിഫ്ബി ഇതേപോലെ ഇതിനേക്കാൾ കരുത്തോടെ നിലയുറപ്പിച്ചേ മതിയാവുകയുള്ളൂ. കിഫ്ബിക്ക് മേൽ ആക്ഷേപങ്ങൾ ചൊരിയുന്നവരുണ്ട്. കിഫ്ബി മോശമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട്. ഓരോ നാട്ടിലും വികസനത്തിൻ്റെ ഈ ഗതിവേഗത്തെ ദൃശ്യമാക്കിയത് അദൃശ്യകരങ്ങളല്ല, കിഫ്ബിയുടെ കരങ്ങൾ തന്നെയാണ്. കിഫ്ബി ഇതേപോലെ നിലനിന്നെങ്കിൽ മാത്രമേ ഇനിയും വേഗത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ
50 കൊല്ലം അപ്പുറത്തേക്ക് കാത്തിരിക്കണം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും. അതുണ്ടാവാതിരിക്കാൻ കിഫ്ബി നമ്മളോടൊപ്പം, നമ്മളോട് ചേർന്ന് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചേർത്തലയിലെ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനിയും പറയാൻ ഏറെയാണ് കിഫ്ബിയുടെ വികസന കാര്യങ്ങൾ. ഇനിയും നടത്താനും കുറേയുണ്ട്. അതെല്ലാം കിഫ്ബിയിലൂടെ നടക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഞാനുമുള്ളത്. എല്ലാ വിജയങ്ങളും ഞാനും ആശംസിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ചേർത്തലയിൽ പൂർത്തിയായത് വെറും നിർമ്മിതികളല്ല, നാടിൻ്റെ ദീർഘനാളായുള്ള സ്വപ്നങ്ങളാണ്. ചേർത്തലയുടെ ഭാവി എഴുതി ചേർക്കപ്പെട്ട വികസന സാക്ഷ്യങ്ങൾക്ക് ചേലിത്തിരി കൂടുതലാണ്.